ജൂൺ 24 മുതൽ ഇസ്രായേലും ഇറാനും ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അങ്ങനെ ഒരു പരിധിവരെ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി ശമിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ ഈ പ്രധാന സംഭവ വികാസങ്ങൾക്കിടയിലും ഇറാനിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എവിടെയാണ്? ഈ ആഴ്ച ആദ്യം US സംഘർഷത്തിൽ ചേരുന്നതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതിനു ശേഷം നേതാവ് ഏറെക്കുറെ അപ്രത്യക്ഷനായി എന്ന് തന്നെ പറയാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിച്ച വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് ഖമേനി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടുമില്ല. ഭരണകൂടത്തിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ലഭിക്കാത്തതിനാൽ തന്നെ ഖമേനിയുടെ ദീർഘകാല പൊതു അസാന്നിധ്യം ഇറാനിയൻ ജനതയെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുകയും പരിഭ്രാന്തരാക്കുകയും ചെയ്യുന്നുണ്ട്. 2 ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേൽ ഇറാനിൽ ബോംബ് ആക്രമണം ആരംഭിച്ചതിനെ തുടർന്ന് ഖമേനി ഒരു രഹസ്യ ബങ്കറിൽ അഭയത്തിൽ കഴിയുന്നുവെന്നാണ് സൂചന. പ്രധാന നേതൃസ്ഥാനങ്ങളിലുള്ള നിരവധി നേതാക്കൾ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണങ്ങളിൽ അദ്ദേഹത്തിന്റെ അടുത്ത സഹായിക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. എന്നിരുന്നാലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് 2 ദിവസത്തിന് ശേഷവും നിരവധി ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഖമേനി ഇപ്പോഴും മറഞ്ഞിരിക്കുകയാണ്. പരമോന്നത നേതാവിന്റെ സ്ഥാനത്തെക്കുറിച്ച് ഇറാനിയൻ ജനത ആശങ്കാകുലരാണ്. ഈ ആഴ്ച ആദ്യം ഇറാന്റെ സ്റ്റേറ്റ് ടിവിയുടെ അവതാരകൻ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി ഭരണകൂടത്തോട് ഒരു ചോദ്യം ചോദിച്ചു. പരമോന്നത നേതാവിനെ കുറിച്ച് ആളുകൾ വളരെയധികം ആശങ്കാകുലരാണ്. അദ്ദേഹത്തിന് സുഖമാണോ? അദ്ദേഹം എവിടെയാണ്? നിങ്ങൾക്ക് പറയാമോ? നാം എല്ലാവരും പ്രാർത്ഥിക്കണം. പരമോന്നത നേതാവിനെ സംരക്ഷിക്കാൻ ഉത്തരവാദികളായ ആളുകൾ അവരുടെ ജോലി നന്നായി ചെയ്യുന്നു. ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ആളുകൾക്ക് അവരുടെ നേതാവിന്റെ അടുത്തായി തന്നെ വിജയം ആഘോഷിക്കാം എന്ന് ആയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ മറുപടി പറഞ്ഞു. വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും ഖമേനിയെ വധിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചേക്കാമെന്ന് ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ടെന്ന് IRGC കമാൻഡറും ആയത്തുള്ള ഖമേനിയുടെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവുമായ ജനറൽ യഹ്യ സഫാവിയുടെ മകനും രാഷ്ട്രീയ വിശകലന വിദഗ്ധനുമായ ഹംസെ സഫാവി പറഞ്ഞു. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള സമ്പർക്കത്തിൽ നിന്ന് പരമോന്നത നേതാവിനെ കർശനമായി നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെ കർശനമായ സുരക്ഷാ നടപടികൾ അവർ നടപ്പിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവരുടെ പരമോന്നത നേതാവിൽ നിന്ന് കേൾക്കുന്നതുവരെയും 12 ദിവസത്തെ യുദ്ധത്തിന്റെ വിജയത്തിന്റെ യഥാർത്ഥ സത്ത ഇറാന് അനുഭവിക്കാൻ കഴിയില്ലെന്നും ഖമേനിയുടെ അനുയായികൾ വളരെയധികം ആശങ്കാകുലരാണ് എന്നുമാണ് മനസ്സിലാകുന്നത്. അതേസമയം ഇറാനിലെ റെവല്യൂഷണറി ഗാർഡ് കോറിലെ നിരവധി ഉന്നത അംഗങ്ങൾ ഇസ്രായേലി ആക്രമണങ്ങളിൽ മരിച്ചുവെന്ന വാർത്ത കേട്ടതിനെ തുടർന്ന് മാനസികവും ശാരീരികവുമായ തകർച്ച അനുഭവിക്കുന്ന 86-കാരനായ പരമോന്നത നേതാവിനെ തീരുമാനമെടുക്കൽ പ്രക്രിയകളിൽ നിന്ന് വിലക്കുകയാണെന്ന് ഇറാൻ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. മരണവാർത്തകൾ ഖമേനിയെ വളരെയധികം തളർത്തിയതോടെ മാനസികമായി തളർന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടതായും തുടർന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തെ നയിക്കാൻ അദ്ദേഹം യോഗ്യനല്ലെന്ന് കണക്കാക്കാൻ തീരുമാനിച്ചതായും വൃത്തങ്ങൾ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. സംഘർഷം രൂക്ഷമായതോടെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങളും ഉന്നത സൈനിക കമാൻഡർമാരും സംയുക്തമായി ഖമേനിയെ ദൈനംദിന തന്ത്രപരമായ ആസൂത്രണത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ദേശീയ സുരക്ഷയുടെ കാര്യങ്ങളിൽ നിന്ന് ക്രമേണ മാറ്റി നിർത്താൻ തീരുമാനിച്ചതായി അണിയറ പ്രവർത്തകർ പറയുന്നു. ഈ സാഹചര്യത്തിൽ ഇറാനെ ഇപ്പോൾ നയിക്കുന്നത് ആരാണ്? ഖമേനിയെ മാറ്റി നിർത്തുന്നതോടെ ഇറാന്റെ സൈനിക രഹസ്യാന്വേഷണ നേതൃത്വത്തിലേക്ക് അധികാരം മാറിയതായി തോന്നുന്നു. അദ്ദേഹം തന്നെ ഏൽപ്പിച്ചു എന്നും പറയാം. IRGCയിലെയും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിലെയും മുതിർന്ന കമാൻഡർമാർ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണങ്ങളോട് പ്രതികരിക്കുന്നത് മുതൽ ആഭ്യന്തര സുരക്ഷ കൈകാര്യം ചെയ്യുന്നത് വരെയുള്ള പ്രധാന തന്ത്രങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. പരമോന്നത നേതാവിന്റെ മകനും പിൻഗാമിയുമാകാൻ സാധ്യതയുള്ള മുജ്തബ ഖമേനിയും ഈ തീരുമാനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ഇറാൻ സർക്കാർ മൗനം പാലിക്കുമ്പോൾ ഖമേനിയുടെ അവസ്ഥയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളുടെ അഭാവം ഈ റിപ്പോർട്ടുകൾക്ക് വിശ്വാസ്യത നൽകുന്നുവെന്ന് വിശകലന വിദഗ്ധരും പറയുന്നു.